കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനി റൂബി പട്ടേലിന്റെ മരണത്തിൽ നീതി തേടി കുടുംബം. ഗൈഡിന്റെ മാനസിക പീഡനമാണ് റൂബി ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ടുവെങ്കിലും സർവകലാശാല സഹകരിക്കുന്നില്ലെന്നും കുടുംബത്തിന്റെ പരാതിയിലുണ്ട്. വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന്. ബൈജു, ഈ ഒരു വർഷം മുൻപാണ് ഗവേഷക വിദ്യാർത്ഥിനി റൂബി പട്ടേലിന്റെ മരണം സംഭവിക്കുന്നത്. അതേ തുടർന്ന് അതിന് പിന്നാലെ തന്നെ ഈ ഗൈഡിന്റെ മാനസിക പീഡനമാണ് ഇതിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം രംഗത്തെത്തിയതാണ്. പക്ഷേ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. പല രീതിയിലുള്ള ശാസ്ത്രീയ തെളിവുകളും ആവശ്യപ്പെട്ടുകൊണ്ട്, CCTV ദൃശ്യങ്ങളടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം അന്വേഷണ സംഘത്തെ സമീപിച്ചെങ്കിലും അതിലും നടപടി ഉണ്ടായില്ല. എന്താണിപ്പോൾ കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി? എന്താണ് ഈ കുടുംബം ഈ ആരോപണവുമായി വീണ്ടും രംഗത്തെത്താനുള്ള സാഹചര്യം എന്താണ് ബൈജു? ടോമെ, കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി, അതായത് ഒഡീഷ സ്വദേശിനിയായ റൂബി പട്ടേൽ 2024 ഏപ്രിൽ 2-നാണ് ഇത്തരത്തിൽ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനുശേഷം ഈ കുടുംബത്തിന്, അല്ലെങ്കിൽ ഈ റൂബി പട്ടേലിന് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഗൈഡാണ്. ഗൈഡിനെതിരെയാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. ഇവരുടെ റൂബിയുടെ ഗൈഡാണ്. ഈ ഗൈഡിന്റെ നിരന്തരമായ മാനസിക പീഡനം മൂലമാണ് ഈ റൂബി പട്ടേൽ ആത്മഹത്യ ചെയ്യാനിടയായതെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇതിൽ കുറ്റക്കാർക്കെതിരെ ഇതുവരെ അത്തരത്തിലൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധ എതിർപ്പുമായി ഇവർ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവർ ഒഡീഷയിൽ നിന്നും സഹോദരി ഉൾപ്പെടെ ഇവർ കാസർഗോഡ് വീണ്ടും എത്തിയത്. ഇത് പ്രധാനമായും പറയുന്നത്, ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ അതിൽ ഈ ഗൈഡ് ഇവരെ റൂബി പട്ടേലിനെ ോട് പറഞ്ഞു, തന്റെ വില കളയരുത് എന്ന രീതിയിൽ പറഞ്ഞു. അതുകൂടാതെ നിരന്തരമായി ഈ റൂബി പട്ടേലിനെ ഇയാൾ ഇത്തരത്തിൽ വഴക്ക് പറയാറുണ്ടെന്ന് പറയുന്നു. ഒരു ദിവസം ഈ ആത്മഹത്യ ചെയ്യുന്നതിന് ആ ദിവസം ഈ ഗൈഡിന്റെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്നത് സഹപാഠികൾ കണ്ടിരുന്നു. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ CCTV ക്യാമറകളുണ്ട്. ആ CCTV ക്യാമറകൾ ഒന്നും തന്നെ പരിശോധിച്ച് അതിന്റെ നിജസ്ഥിതി ഈ കുടുംബത്തെ അറിയിച്ചിട്ടില്ല. മാത്രമല്ല, ആഭ്യന്തര സുരക്ഷാ കമ്മിറ്റിയുണ്ട്. ആ സമിതി കണ്ടെത്തിയ കാര്യങ്ങൾ അത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതായത് 2024 ഏപ്രിൽ 13-ന് ഇത് സംബന്ധിച്ച് ആഭ്യന്തര സുരക്ഷാ കമ്മിറ്റി ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിലെ ഒരു കാര്യവും കുടുംബത്തെ അറിയിച്ചുമില്ല. എന്നാലും നിരന്തരമായി ഇത്തരത്തിൽ അവഹേളനം, അതിൽ മനംനൊന്നാണ് ഈ റൂബി പട്ടേൽ ആത്മഹത്യക്ക് ചെയ്യാനിടയായ സാഹചര്യമെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും ഈ സർവകലാശാല ഇതിൽ പറയുന്നത്, ഈ റൂബി പട്ടേലിന് ആത്മഹത്യ ഏതെങ്കിലും തരത്തിൽ മറ്റ് പീഡനം മൂലമല്ല, അത് വിഷാദ രോഗം ഉണ്ടായിരുന്നു എന്നാണ്. അത് കുടുംബം പാടെ തള്ളുന്നുണ്ട്. ഈ സംഭവത്തിൽ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം, കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരണം തന്നെയാണ് കുടുംബം പറയുന്നത്. ഈ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി ഇതിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു ഈ സംഭവം നടന്നിട്ട്. ഏതെങ്കിലും തരത്തിൽ എന്താണ് ഇതിന് പ്രധാനമായ കാരണം എന്ന് പോലും കുടുംബത്തിന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അത്തരം നടപടികളിലേക്ക് ഇപ്പോൾ കുടുംബം കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവർ ഈ സഹോദരി ഡോക്ടർ ആശാ റാണി ഉൾപ്പെടെയുള്ള ഇവരുടെ ബന്ധുക്കൾ കാസർഗോഡ് എത്തിയത്. അവർ അവരുടെ വാക്കുകളും ആ രീതിയിലായിരുന്നു. തങ്ങളുടെ സഹോദരി ഏത് രീതിയിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനിടയായത്, അത് പുറത്തു കൊണ്ടുവരണം തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് ഒക്കെ പരാതി നൽകിയിരിക്കുന്നത്. ബേക്കൽ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്ന് അസ്വാഭാവിക മരണത്തിന് കേസ് ചാർജ് ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ മറ്റ് തുടർ അന്വേഷണം ഉണ്ടായില്ല എന്ന് കുടുംബം പറയുന്നു. ഒപ്പം ഈ കേന്ദ്ര സർവകലാശാല ക്യാമ്പസിനകത്ത് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യമാണ് അവിടെ ഉള്ളതെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അതിന് ഉത്തരവാദിത്വം ഇവർക്കാണ്. കാരണം ഇവരുടെ താമസമൊക്കെ ഈ കേന്ദ്ര സർവകലാശാലയുടെ അകത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർവകലാശാലയ്ക്കുണ്ട്. അതിന് കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ മറുപടി പറയേണ്ടത് കേന്ദ്ര സർവകലാശാലയാണ്. അതിൽ നിന്നും ഒഴിഞ്ഞു മാറി കുറ്റം ആരോപിക്കുന്നവർക്ക് സംരക്ഷിക്കുന്ന നിലപാട്, അത്തരത്തിലുള്ള അധ്യാപകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർവകലാശാല സ്വീകരിക്കുന്നതെന്നും ഇവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട കാരണം, അതിൽ തെളിവുകൾ, ഇവരുടെ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ലാപ്ടോപ്പ്, അതൊക്കെ അവരുടെ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഒരു വർഷം
കഴിയുമ്പോഴും അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ ഗൈഡിന്റെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി എന്ന സഹപാഠികളുടെ മൊഴിയുണ്ട്. അതൊക്കെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. എന്തായാലും ഇതിൽ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇവർ ആരോപിക്കുന്നതും. ഈ ഗൈഡിനെ കൃത്യമായി ചോദ്യം ചെയ്യണം, ഇതിന്റെ നിജസ്ഥിതി അറിയണം എന്നാവശ്യപ്പെട്ടാണ് ഇവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ടോം, ആക്ഷേപം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ നിന്നും ആ സമയം ഈ റൂബിയുടെ മരണത്തിന് പിന്നാലെ ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്തിയിരുന്നോ? ഈ പോലീസ് ഈ വിഷയത്തിൽ പോലീസിന്റെ ഒരു നിലപാട് എന്താണ്? ഏതെങ്കിലും രീതിയിൽ അട്ടിമറി ശ്രമം ഈ കേസിൽ സംഭവിക്കുന്നുണ്ടോ? കുടുംബം പ്രധാനമായും പറയുന്നത് ഇതിൽ അട്ടിമറി ശ്രമം ഉണ്ട് എന്ന് തന്നെയാണ്. ഈ കുറ്റാരോപിതർക്കൊപ്പമാണ് സർവകലാശാല അധികൃതർ നിൽക്കുന്നതെന്നാണ് ഈ കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആഭ്യന്തര സുരക്ഷാ സമിതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അത് 2024 ഏപ്രിൽ 13 ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടും അതിലെ ഉള്ളടക്കം എന്താണ് കാര്യം എന്നത് ഇതുവരെ ഈ കുടുംബത്തെ അറിയിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇവർ പ്രധാനമായും ഇതിൽ ഇവരെ കുറ്റപ്പെടുത്താൻ പ്രധാനമായും കാരണം. ഒരു വർഷം പിന്നിട്ടിട്ടും മകൾക്ക് ഈ റൂബി പട്ടേലിന് നീതി ലഭിച്ചിട്ടില്ല എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട്. എന്താണ് ഇവർ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം, അത് തന്നെയാണ് ഇവർക്ക് അറിയേണ്ടത്. ഈ ഗൈഡിന്റെ ഭാഗത്തു നിന്നും മാനസികമായ ഈ അക്കാദമിക് തലത്തിൽ മാനസികമായ സമ്മർദ്ദം ഉണ്ടായി എന്ന് തന്നെയാണ് ഇവർ ഇപ്പോഴും ആരോപിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ വെളിപ്പെടുത്തുന്നത്. ആ കാര്യത്തിൽ ഒരു അന്വേഷണം നടന്നിട്ടില്ല. പോലീസ് ഏതെങ്കിലും തരത്തിൽ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ സർവകലാശാല നിരന്തരം ഇവരെ ബന്ധപ്പെട്ടപ്പോഴും ഇവർ സഹകരിക്കുന്നില്ല. ഈ കുടുംബം ഒഡീഷയിലാണ് താമസിക്കുന്നത്. ഇവിടെ ഗവേഷക വിദ്യാർത്ഥിയായി ഇവിടെ എത്തിയതാണ്. അത് ഈ കുടുംബം എല്ലാം ഉള്ളത് ഒഡീഷയിലാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ഇവരെ ബന്ധപ്പെടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ കൃത്യമായി പറയാനോ ഇവർ തയ്യാറാകുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നാലും ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം വേണമെന്ന് ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ കൃത്യമായ ഇത്തരത്തിൽ കുറ്റം ചെയ്തവർ ആര് ഉണ്ടെങ്കിലും അവരെ പുറത്തേക്ക് കൊണ്ടുവരണം. ആ ഗൈഡിനെ കൃത്യമായി ചോദ്യം ചെയ്യണം എന്നിവർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളുമായാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ടോം, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായിരുന്ന റൂബി പട്ടേലിന്റെ മരണത്തിലാണ് ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നു. ഈ യുവതി പെൺകുട്ടി മരിച്ചു 1 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും കേസിന്റെ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നാണ് ആക്ഷേപം.